നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടെടുപ്പിന് ഏകദേശം ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. ഒരാഴ്ച മാത്രം ശേഷിക്കെ ഒരു കുറിപ്പ് വൈറലായിട്ടുണ്ട്. ആർക്ക് എന്തിനു വേണ്ടി വോട്ട് ചെയ്യണമെന്നത് വ്യക്തമാക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റായിട്ടുള്ള ബഷീർ വള്ളിക്കുന്നിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ്. വളരെ വലിയ മികച്ച പ്രതികരണമൊക്കെയാണ് അതിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് വീഡിയോ ആക്കുന്നത്. കഴിഞ്ഞ 5 വർഷവും കോൺഗ്രസ് നിരാശപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടുന്ന കുറിപ്പിൽ ലോക്സഭാ പ്രതിനിധികളുടെ നിരുത്തരവാദിത്തം അക്കമിട്ട് നിർത്തുകയാണ് ബഷീർ. അതായത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിനും UDF വേണ്ടി നിരന്തരം പോസ്റ്റുകൾ ഇട്ടിരുന്ന ഒരാളാണ് ഇദ്ദേഹം. എന്തുകൊണ്ട് ഇപ്രാവശ്യം അത് നിങ്ങൾ ചെയ്യുന്നില്ലേ എന്ന് തൻ്റെ പോസ്റ്റുകളിൽ സ്ഥിരമായി പ്രതികരിക്കുന്ന ഒരു സുഹൃത്ത് പരിഹാസ രൂപേണ ടാഗ് ചെയ്ത് ചോദിച്ചു എന്നാണ് ബഷീർ പറയുന്നത്. അന്നതിന് മറുപടിയൊന്നും കൊടുത്തില്ല, ഒരു സ്മൈലി ഇട്ടു പോന്നു എന്ന് പറയുന്നു. രാഹുലിന് വേണ്ടി എഴുതാൻ കഴിഞ്ഞ തവണത്തെ പോലെ ആവേശമില്ല എന്നതാണ് സത്യം. എന്നാലും ഇന്ത്യ മുന്നണി ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചുവരവ് നടത്തിയിരുന്നെങ്കിലെന്ന് ആഗ്രഹം ഇല്ലാതില്ല. കേരളത്തിൽ BJP പതിവ് പോലെ പച്ച തൊടാതെ നിൽക്കണം. കേരളത്തെക്കുറിച്ച് അത്രയുമാണ് ഒറ്റവാചകത്തിൽ പറയാനുള്ളത് എന്ന് പറയുന്നുണ്ട്. 20-ൽ 20 സീറ്റും മോദി വിരുദ്ധ പക്ഷത്തായിരിക്കുകയും വേണം. ശരി, ആ 20-ൽ UDF-ഓ LDF-ഓ? എന്താണ് നിങ്ങളുടെ ചോയ്സ്? വളച്ചുകെട്ടാതെ പറയൂ മാഷേ എന്നൊരു ചോദ്യം വരുന്നത് കാണുന്നുണ്ട്. വളച്ചുകെട്ടാതെ പറയാം. LDF-ന് കൂടുതൽ MP-മാർ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള കാരണവുമുണ്ട്. ഇന്ത്യ എന്ന രാജ്യം കടന്നു പോകുന്ന ഈ കെട്ടകാലത്തിൻ്റെ ഭയാശങ്കകൾക്കിടയിലും ഇരയുടെ പക്ഷത്ത് ചെറിയ ശബ്ദമെങ്കിലും പാർലമെൻറ്റിൽ ഉയരണമെങ്കിൽ അവരിൽ ചിലർ അവിടെ ഉണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു കേട്ടോ. കഴിഞ്ഞ തവണ 19 MP-മാർ കേരളത്തിൽ നിന്ന് UDF നിരയിൽ ജയിച്ചു പോയെങ്കിലും 1-2 പേരെ ഒഴിച്ച് ബാക്കിയെല്ലാം മരപ്പാഴുകളായി അവിടെ നേരം പോക്കുകയായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഉയർന്നു കേൾക്കണമെന്ന് ആഗ്രഹിച്ച അവസരങ്ങളിലൊന്നും അവരുടെ ശബ്ദം ഉയർന്നു കേട്ടിട്ടേയില്ല. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എന്ന ഏകവ്യക്തി നടത്തിയ ഇടപെടലുകൾ ഈ 19 പേരും ലോക്സഭയിൽ ഒന്നിച്ചു ചേർന്ന് നടത്തിയ ഇടപെടലുകളെക്കാൾ ശക്തമായിരുന്നു എന്ന് പറയട്ടെ. ശബ്ദിക്കാൻ കഴിയുന്നവർ, അതിന് ചങ്കൂറ്റമുള്ളവർ പാർലമെൻറ്റിലെത്തണം. ഉറക്കം തൂങ്ങികളായിട്ടുള്ള 20 പോയിട്ട് ഒരു കാര്യവുമില്ല എന്ന് ചുരുക്കം. കഴിഞ്ഞ 5 വർഷം കോൺഗ്രസ് ഏറെ നിരാശപ്പെടുത്തി. ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച അവരുടെ നേതാക്കൾ കൂട്ടത്തോടുകൂടി BJP-യിലേക്ക് ഒഴുകുന്നതാണ് നാം കണ്ടത്. പ്രാദേശിക നേതാക്കൾ, ദേശീയ നേതാക്കൾ, മുൻ മന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിമാർ എന്നിങ്ങനെ ഓരോരുത്തരായിട്ട് ഈ ത്രിവർണ്ണ പതാക വിട്ട് കാവിക്കൊടി പിടിക്കുമ്പോൾ പലപ്പോഴും വിഷമത്തോടെ നോക്കി നിൽക്കുക എന്നതല്ലാതെ ഒരു സാധാരണക്കാരൻ എന്താണ് ചോയ്സ്? എന്ത് ചോയ്സുണ്ട്? പൗരത്വ വിഷയം, രാമക്ഷേത്രം, ബുൾഡോസർ രാജ്, പാലസ്തീൻ, ഇരകളുടെ പക്ഷത്ത് ഏറ്റവും ശക്തമായി ഉണ്ടാകേണ്ട ശബ്ദം കോൺഗ്രസിൻ്റേതായിരുന്നു. പക്ഷേ ഈ വിഷയങ്ങളിലൊക്കെ അവരുടെ ശബ്ദമായിരുന്നു ഏറ്റവും ദുർബലമായി തീരുന്നത്. ചില വിഷയങ്ങളിൽ ശബ്ദം ഉയർന്നേ കേട്ടില്ല എന്നതാണ്. ദേശീയ തലത്തിൽ അവരെക്കാൾ എണ്ണത്തിലും ശക്തിയിലും എത്രയോ കുറവായിട്ടുള്ള ഇടതുപക്ഷമാണ് ഒരു നിമിഷം ശങ്കിക്കാതെ ഈ വിഷയങ്ങളിലൊക്കെ ഇരകളോടൊപ്പം നിൽക്കാൻ തയ്യാറായത് എന്നാണ് ബഷീർ പറഞ്ഞു വെക്കുന്നത്. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണം കിട്ടിയപ്പോൾ അതിൽ പങ്കെടുക്കണമെന്നോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഏകദേശം 2 ആഴ്ച വേണ്ടി വന്നു ഈ കോൺഗ്രസിന് എന്നുള്ളതാണ്. പൗരത്വ വിഷയം ഉയർന്നു വന്നപ്പോൾ കേരള സർക്കാരും മുഖ്യമന്ത്രിയും ഒരു നിമിഷം ആലോചിക്കാതെ അതിനെതിരെ ഇന്ത്യക്ക് മുഴുവൻ മാതൃകയായി പ്രതിരോധത്തിൻ്റെ ഒരു കോട്ട ഉയർത്തിയപ്പോൾ, തെരുവുകൾ പ്രക്ഷുബ്ധമായപ്പോൾ, നിയമയുദ്ധത്തിന് മുന്നിട്ടിറങ്ങിയപ്പോൾ കോൺഗ്രസ് ഇരുട്ടിൽ തപ്പുകയായിരുന്നു. എതിർത്തോ എന്ന് ചോദിച്ചാൽ എതിർത്തിട്ടുണ്ട്, പക്ഷേ അതൊരു ബാധ്യത തീർക്കുന്ന തരത്തിലായിരുന്നു എന്ന് മാത്രം. ഇപ്പോൾ അവർ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പോലും ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്തയെ വിഴുങ്ങുന്ന ഈ കരിനിയമത്തിനെ, അതായത് ഈ നിയമത്തിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുവാനോ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആ നിയമം തൂത്തെറിയുമെന്ന് പ്രഖ്യാപിക്കാനോ ഉള്ള ഒരു ധൈര്യം കാണിച്ചില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് പ്രസിഡന്റിനോട് പൗരത്വ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് രാത്രി ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുകയും എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ കണ്ടതാണ് ഈ നാട്. മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ശബ്ദവും പ്രാതിനിധ്യവും പാർലമെൻറ്റിൽ നേർത്ത് ഇല്ലാതാകുന്ന ഒരു കാലത്ത്, അവർക്കെതിരെയുള്ള നിയമനിർമ്മാണങ്ങൾ തുടരെ വരുന്ന ഒരു കാലത്ത്, കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്ന് കോൺഗ്രസ് ജയിപ്പിച്ചു വിട്ട 15 പേരിൽ ഒരാൾ പോലും ആ സമുദായത്തിൽ നിന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇടതുപക്ഷം ജയിപ്പിച്ചു വിട്ട ഒരേ ഒരാളാകട്ടെ ആ സമുദായത്തിൽ ജനിച്ചു വീണയാണ്. രാഷ്ട്രീയ ശക്തിയുടെ ഏത് അളവുകോൽ വെച്ച് നോക്കിയാലും 5-6 പാർലമെൻറ്റ് സീറ്റിന് അവകാശമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇത്തവണ ഒരു സീറ്റ് അധികം ചോദിച്ചപ്പോഴാണ് കോൺഗ്രസ് ഉണ്ടാക്കിയ പുകിൽ നാം മറന്നിട്ട് പോലുമില്ല. നിലവിലുള്ള നിയമസഭയിൽ കോൺഗ്രസിന് 21 സീറ്റും ലീഗിന് 15 സീറ്റുമാണുള്ളത്. വെറും 6 സീറ്റിൻ്റെ വ്യത്യാസം മാത്രമുള്ള പാർട്ടി കോൺഗ്രസും മുസ്ലിം ലീഗിനും.
ലീഗിനെ 2 സീറ്റിൽ ഒതുക്കി ബാക്കി 15 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു. ഉയർന്നു കേൾക്കേണ്ട ശബ്ദം ഉച്ചത്തിൽ കേൾപ്പിക്കേണ്ട കാലത്താണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. ഗാസയിൽ പിഞ്ചു പൈതങ്ങളടക്കം വംശഹത്യയ്ക്ക് വിധേയമായപ്പോൾ അവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പോലും ശബ്ദിക്കാൻ അന്ന് ഭയപ്പെട്ടു നിന്നു ഈ കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ. ഷാഫി പറമ്പിൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഒട്ടും ആലോചിക്കാതെ ആ ഇരകൾക്കൊപ്പമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഇടതുപക്ഷമായിരുന്നു മുന്നോട്ട് വന്നത്. മരിച്ചു വീഴുന്ന ഇരകൾക്ക് വേണ്ടി ശബ്ദിച്ചാൽ മതേതര മുഖം നഷ്ടപ്പെടുമെന്ന് പേടിച്ച അവർ മിണ്ടാതിരുന്നില്ല. പകലും രാത്രിയും ഭേദമില്ലാതെ ഇരകൾക്ക് വേണ്ടി അവർ ഉറക്കെ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. അവസാനം നിവൃത്തിയില്ലാതെ മടിച്ചു കോൺഗ്രസ് നേതാക്കൾ അടക്കം പ്രതികരിക്കുവാൻ തുടങ്ങി. ഇതൊക്കെ നാം നേരിൽ കണ്ട ചില അനുഭവ സാക്ഷ്യങ്ങളാണ് എന്ന് പറഞ്ഞു വെക്കുവാൻ ശ്രമിക്കുകയാണ് ബഷീർ. വിദ്യാഭ്യാസ മേഖലയും പാഠ്യപദ്ധതികളും കേന്ദ്രതലത്തിൽ സമ്പൂർണ്ണമായി കാവ്യവൽക്കരിക്കുന്ന കാലത്ത് ആ കാവ്യവൽക്കരണത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഗവർണറാണ് കോൺഗ്രസിൻ്റെ ഹീറോ എന്ന് പറയപ്പെടുന്നത്. സർവകലാശാലകളിലെ ഉന്നത പോസ്റ്റുകളിൽ സംഖ്യകളെ തിരികെ കയറ്റുമ്പോൾ ആ ഗവർണർക്ക് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസിനെയും ഒപ്പം തന്നെ ഇവിടുത്തെ മാധ്യമങ്ങളെയും അയാൾക്കെതിരെ തെരുവിൽ പൊരുതുന്ന SFI കുട്ടികളെയുമാണ് നാം കണ്ടത് എന്നുള്ളതാണ്. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭരണകൂടം രാജ്യത്തെ നേതാക്കളെ വേട്ടയാടുമ്പോൾ കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കുന്ന പണി കോൺഗ്രസ് പല ഘട്ടങ്ങളിലും എടുക്കുകയും അത്തരത്തെ സമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കള്ളക്കേസിൽ കൊടുക്കപ്പെട്ട ഡൽഹി മുഖ്യമന്ത്രി ഇന്ന് ജയിലിലാണ്. അയാളെ ജയിലിലടയ്ക്കാൻ വേണ്ട ആരോപണങ്ങളടക്കം ആദ്യം ഉയർത്തിയത് കോൺഗ്രസ്സാണ്. ED എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അന്വേഷിക്കുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒത്തുകളി ആരോപിച്ചുകൊണ്ട് അവരെ വിളിച്ചു വരുത്തിയത് കോൺഗ്രസുമാണ്. ഡൽഹിയിൽ കളിച്ച അതേ പണി തന്നെയാണ് ഇപ്പോൾ അവർ കേരളത്തിലും ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. EDക്ക് ഏണി വെച്ചു കൊടുക്കുന്ന പണി അവരുടെ നേതാക്കൾ തന്നെ ദേശീയ തലത്തിൽ വേട്ടയാടപ്പെടുമ്പോഴും EDയും അന്വേഷണ ഏജൻസികളുമൊക്കെ പുറത്തുവിടുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അതല്ലെങ്കിൽ വാർത്തകളുടെ പ്രചാരകരും അവരുടെ കാംക്ഷികളുമായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മാറുന്നു എന്നുള്ള വളരെ വലിയ ഭയാനകമായ അവസ്ഥ. ഇതേ അന്വേഷണ ഏജൻസികൾക്ക് ഭരണകൂടത്തിന് വേണ്ടിയിട്ടുള്ള വേട്ട എളുപ്പമാക്കുന്ന വിധം NIAക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഭേദഗതി, ആ ഭേദഗതി ബില്ലിനെതിരെ വോട്ട് ചെയ്യുവാൻ കേരളത്തിൽ നിന്ന് ഒരേ ഒരു MPയെ ഉണ്ടായിരുന്നുള്ളൂ, അത് A. മാരിഫാണ്. ആ കരിനിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യുകയാണ് കോൺഗ്രസ് MPമാർ അന്ന് ചെയ്തത്. അതായത് ദേശ സുരക്ഷയുടെ പേര് പറഞ്ഞ് ന്യൂനപക്ഷങ്ങൾക്കും ഒരു വേള അവരുടെ നേതാക്കന്മാർക്ക് എതിരെ തന്നെയും പ്രയോഗിക്കുവാനുള്ള നിയമത്തിന് അവരുടെ തന്നെ പിന്തുണ. ചർച്ചയിൽ കരിനിയമം എന്ന നിലപാടെടുക്കുകയും ചർച്ചയ്ക്ക് ശേഷം അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുകയും ചെയ്ത ഇന്ത്യൻ പാർലമെൻ്ററി ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഒരവസ്ഥ കോൺഗ്രസിൻ്റെ നിലപാടില്ല. കോൺഗ്രസ് ദുർബലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ ആണ് ഇത് എഴുതുന്നത്. മതേതര ഇന്ത്യയെ കെട്ടിപ്പടുത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത്. അവരുടെ തിരിച്ചുവരവിന് ആഗ്രഹിക്കുന്ന ഒരാളുമാണ് ഇത് എഴുതുന്നത്. പക്ഷേ അവർ ഇന്നെത്തിച്ചേർന്ന അവസ്ഥകളെ വിലയിരുത്തി എന്ന് മാത്രം. വർത്തമാന സ്ഥിതിവിശേഷങ്ങളെ വിലയിരുത്തുമ്പോൾ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് വലിയാത്ത ആശങ്കകൾ ഉണ്ടാകുന്നുണ്ട്. ജനാധിപത്യം തന്നെ നിലനിൽക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. കരിനിയമങ്ങളും ന്യൂനപക്ഷങ്ങൾക്ക് മേലുള്ള ഇരുണ്ട ദിനങ്ങളുമാണ് മുന്നിലുള്ളത് എന്നുള്ള തോന്നലുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ദിനങ്ങളിൽ ഇരകളോടൊപ്പം നിൽക്കുന്ന 100% ഉറപ്പുള്ള ഒരു പക്ഷത്തു നിന്ന് കൂടുതൽ പേർ പാർലമെൻറ്റിൽ എത്തണമെന്നൊരു ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹമുണ്ട്. EDയും അന്വേഷണ ഏജൻസികളും വന്നാൽ മറുകണ്ഠം ചാടില്ലെന്ന് ഉറപ്പുള്ളവർ വേണം. പണവും പ്രതാപവും അധികാരവും പ്രലോഭനമായി വന്നാൽ റിസോർട്ടിൽ കൊണ്ടുപോയി കെട്ടിയിടേണ്ട ഒരു ദുരവസ്ഥയില്ലാത്ത മനുഷ്യർ തിരഞ്ഞെടുക്കപ്പെടണം. അതൊക്കെ ആഗ്രഹമാണ്. അത്രയും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആര് വിജയിക്കണം, കേരളത്തിൽ നിന്ന് നമ്മൾ ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് ബഷീർ വള്ളിക്കുന്ന്. പക്ഷേ ബഷീർ വള്ളിക്കുന്ന് പറഞ്ഞതിൽ ചില ശരികളും കൂടുതൽ തെറ്റുകളുമുണ്ട് എന്ന് പറയേണ്ടി വരും. ചില നിഷ്പക്ഷ താല്പര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ അതിനകത്ത് നിന്ന് ചികഞ്ഞെടുക്കേണ്ടി വരും. അങ്ങനത്തെ ചികഞ്ഞെടുക്കലുകളിൽ പെടുന്ന ചില വാദഗതികൾ കൂടി അതിനകത്തുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സംഭവിച്ചത് 20-ൽ 19 നേടിയ ഒരു സുനാമി തരംഗമുണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് വസ്തുതയാണ്. കാരണം 19 സീറ്റുകൾ UDF പിടിച്ചെടുക്കപ്പെടുന്നു. ഒരു സീറ്റ് മാത്രം, അതാദ്യം വള്ളിക്കുന്ന് പറയുന്നു, ബഷീർ വള്ളിക്കുന്ന് പറയുന്ന പോലെ 19 സീറ്റുകൾ മതേതര മുഖമുള്ള കോൺഗ്രസിനും, എന്നാൽ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ബില്ലടക്കം ലോക്സഭയിൽ ഉയർന്നു കേട്ടപ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരുന്ന 19 MLAമാരും, എന്നാൽ പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരു MLA A. മാരിഫ് വന്നു. ആരിഫ് എവിടെയാണ് പ്രസംഗിച്ചത്? ആരിഫ് എവിടെയാണ് ഇതിനെതിരെ പ്രതികരിച്ചത്? ആരിഫിന് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും ഡൽഹിയിലെ ഈ കേന്ദ്ര ഗവൺമെൻറ് താവളങ്ങളിൽ? ലോക്സഭയിൽ എന്തെങ്കിലും ഒരു വാക്കുമണ്ടുവാൻ കഴിയുന്നൊരു അവസരം ഈ A. മാരിഫിന് ലഭിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ പ്രസംഗിച്ചിട്ടുണ്ടോ? വള്ളിക്കുന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു A. മാരിഫിൻ്റെ ആവശ്യമില്ല.
മതേതര മുഖമുണ്ട് എന്ന് പറയപ്പെടുന്ന CPM-ൻ്റെ അവകാശവാദങ്ങളെ നിരന്തരം തള്ളിക്കളയേണ്ടി വരും. ലോക്സഭയിലേക്ക് 60 സീറ്റിൽ പോലും മത്സരിക്കാൻ ശേഷിയില്ലാത്ത CPM എന്ന് പറയപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന് 272 സീറ്റുകൾ വേണം ഈ രാജ്യമൊന്ന് ഭരിക്കാൻ. ആ ഭരിക്കാനുള്ള സീറ്റെങ്കിലും മത്സരിക്കാനുള്ള ശേഷിയില്ലാത്തൊരു പാർട്ടി എങ്ങനെയാണ് ഈ രാജ്യം ഭരിക്കുക? എങ്ങനെയാണ് നിങ്ങളിങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുക? നിങ്ങൾ അധികാരത്തിലെത്തിയാൽ ഈ പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ളവ പിൻവലിക്കുമെന്നും കാശ്മീരിൽ ഏർപ്പെടുത്തിയ 370 എന്നുള്ളത് പിൻവലിക്കുമെന്നും അടക്കമുള്ള നിങ്ങളുടെ കള്ളത്തരങ്ങൾ, പൊള്ളത്തരങ്ങൾ ഇങ്ങനെ ജനങ്ങളെ പറഞ്ഞ് പഞ്ചിച്ച് പറ്റിക്കുന്നത് എന്തിനാണ്? 60 സീറ്റിൽ 1 സീറ്റിൽ മത്സരിച്ച് വിജയിക്കുവാനുള്ള ശേഷിയുണ്ടോ CPM-ന്? ചിലപ്പോൾ മത്സരിച്ച് വിജയിച്ചേക്കാം. അത് തമിഴ്നാട്ടിലായിരിക്കും. കാരണം തമിഴ്നാട്ടിൽ കോൺഗ്രസുമായി ചേർന്ന് നിന്നുകൊണ്ട് DMK-യുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു വലിയ സഖ്യമാണ്. ഇന്ത്യ മുന്നണിക്കകത്താണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ വിജയിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു മണ്ഡലം അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലായിരിക്കാം. ഇനി അഥവാ മറ്റ് മിറക്കിൾസൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ലഭിക്കാൻ പോകുന്നത് ഒരു 4 സീറ്റുകൾ, അല്ലെങ്കിൽ ഏറിയാൽ 5 സീറ്റ്, അതിനപ്പുറം പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ ദേശീയ പാർട്ടി എന്നുള്ള അധികാരവും അവകാശവുമൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് ബഷീർ വള്ളിക്കുന്ന് ഈ CPM-ൻ്റെത്. പിന്നെ ഇത് ദേശീയ പാർട്ടി അല്ലാതായി മാറും, ഒരു പ്രാദേശിക ഘടകമായി തീരും. നാളെ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുവാനോ കഴിയാത്തൊരു പാർട്ടിയായി തരംതാണു പോവുകയും നിലം പരിശാവുകയും ചെയ്യും. അപ്പോഴും നിങ്ങൾ പുകഴ്ത്തുന്നത് ഈ രാജ്യത്തെ വെട്ടിപ്പിടിക്കുവാൻ, ഈ രാജ്യത്തിൻ്റെ മതേതര മുഖം വീണ്ടെടുക്കുവാൻ, ഈ രാജ്യത്ത് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ CPM-നെ വിജയിപ്പിക്കണമെന്നും CPM വരുമെന്നും പ്രതീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ മൂഢന്മാരുടെ സ്വർഗ്ഗലോകത്താണ് എന്ന് പറയേണ്ടി വരും. ഇത്തരം തരംതാണ പ്രതീക്ഷകൾ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടി വരും. കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുമ്പോഴും ചെയ്തു കൂട്ടുന്ന അപരാധങ്ങളും അതുപോലെ തന്നെ ജനദ്രോഹ നടപടികളും സ്വീകരിക്കുന്ന CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയെക്കുറിച്ച് 2 നല്ല വാക്ക് പറഞ്ഞു പോകേണ്ടതല്ലേ? അതുകൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമല്ലേ ഭരണത്തിന് നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് പറയാൻ കഴിയൂ. പിന്നെ നമുക്ക് പറയാമല്ലോ, ഇനി ആർക്ക് വേണ്ടിയാണ് ലോക്സഭയിൽ മത്സരിക്കേണ്ടതെന്ന്. ആർക്ക് വേണ്ടിയാണ് ലോക്സഭയിൽ മത്സരിക്കേണ്ടത്? ആർക്ക് വേണ്ടിയാണ് ലോക്സഭയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് കേരളത്തിലെ പ്രബുദ്ധ മലയാളികൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം നിങ്ങൾ രണ്ടുപേരും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ് എന്നുള്ളതാണ്. അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും. ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മുന്നണിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കോൺഗ്രസും CPM-നും വേണ്ടി കേരളത്തിൽ നിങ്ങളിങ്ങനെ തർക്കം നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്ന അതേ മുന്നണിയിലെ തന്നെ CPI-യുടെ സ്ഥാനാർത്ഥിയായ ആനി രാജയും ആരെ തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്? ഇതിനൊക്കെയാണ് ഉത്തരം പറയേണ്ടത്. ഇപ്പോൾ ഇവിടെ താങ്കൾ ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അത്തരത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന 2 പേർ പരസ്പരം കൊമ്പ് കോർക്കുന്ന ഇടമെന്ന് പറയപ്പെടുന്നത് കേരളമാണ്. ആ കേരളത്തിലൊരു ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ CPM-ഉം CPI-യും ഇടതുമുന്നണിയും ഒക്കെ വളരെ കാര്യമായി നടപ്പിലാക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് 2 പേർ വോട്ടിട്ടാലും അത് ഒരിടത്തേക്ക് എത്തുവാനുള്ള ഒരു പടിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ജനതയാണ് കേരളത്തിലുള്ളത്, പ്രബുദ്ധ മലയാളികൾ. അവർ ചിന്തിച്ചു തുടങ്ങുന്നു, നിങ്ങൾക്ക് വോട്ടിട്ടിട്ട് എന്ത് പ്രയോജനം? നിങ്ങൾക്ക് 2 പേർ വോട്ടിട്ടാലും അത് നിങ്ങൾ ചെന്നെത്തപ്പെടുന്നത് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന പ്രതിപക്ഷ മുന്നണിയിലേക്കാണ്. ലോകം കുറച്ചുകൂടി വികസിതമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ആ ലോകത്തോടൊപ്പം സഞ്ചരിക്കുവാൻ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യം കുറച്ചുകൂടി വികസന സ്വപ്നങ്ങളിലേക്ക് നയിക്കുവാൻ, കടക്കുവാൻ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയോടൊപ്പം നിൽക്കണമെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യം വന്നാൽ, പ്രബുദ്ധ മലയാളി അങ്ങനെ ഒന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ, പിന്നെ നിങ്ങളീ പറയുന്ന ഒരു ന്യൂനപക്ഷത്തിനും ഒരു മതേതര സ്വഭാവമുള്ള മുഖങ്ങൾക്കുമൊന്നും BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് കൂടി ഓർമ്മിക്കട്ടെ. അങ്ങനെ ഒരു പൊതുസമൂഹം ഒരു വിധിയെഴുത്ത് നടത്താൻ തുടങ്ങിയാൽ പിന്നെ ഈ 544 സീറ്റുകളും ഈ 543 സീറ്റുകളും ഈ പറയുന്ന BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണേണ്ടി വരും. അതുകൊണ്ട് 60 സീറ്റിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കേന്ദ്രം ഭരിക്കുമെന്ന് വെറുതെ വൃഥാവിൽ സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തിക്കരുത് എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുന്നവർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ മൂഢന്മാരുടെ സ്വർഗത്തിലാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് പ്രബുദ്ധ മലയാളികൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കും അത്തരത്തിലൊരു നേതാവ്, ഉണ്ടായിരിക്കും അത്തരത്തിലൊരു ചിഹ്നം. അവർ തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നതും അത്തരത്തിലൊരു മന്ത്രിസഭയെയും അത്തരത്തിലൊരു പ്രധാനമന്ത്രിയുമായിരിക്കും. ആ തിരഞ്ഞെടുപ്പുകൾ മനസ്സിൽ നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് പ്രബുദ്ധ മലയാളിയും ഭാരതീയരും.
അതുകൊണ്ട് വരുന്ന തിരഞ്ഞെടുപ്പിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ആശങ്കകളില്ലാതെ പ്രധാനമന്ത്രിയായി വീണ്ടും നരേന്ദ്രമോദിയും ലോക്സഭയിലേക്ക് കേന്ദ്ര മന്ത്രിസഭ ഉണ്ടാക്കുന്നത് BJP യുമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.